സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു. ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanyanad. ക്ഷേമ പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും LDF സർക്കാർ നടപ്പിലാക്കിയതുപോലെ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിർത്തലാക്കിയ റെയിൽവേ യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും KSRTC ബസ്സുകളിൽ മുതിർന്ന പൗരന്മാർക്ക് യാത്രാ സൗജന്യം അനുവദിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിലെ പി പുരുഷോത്തമൻ നഗറിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ സോഷ്യലിസ്റ്റ് പുരോഗമന രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ജനങ്ങളുടെ ആയിരത്തിലേക്കും ഏറ്റവും അധികം ഉള്ള ലോകത്തെ വികസിത രാജ്യങ്ങളോടൊപ്പം നമ്മുടെ ഈ കൊച്ചു കേരളമുണ്ട് എന്നത് നമ്മൾ കാണാം. കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയധികം വരുന്ന ആളുകൾ സീനിയർ സിറ്റിസന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിന് മെമ്പർഷിപ്പ് വരാൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഉള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലയിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ സംഘടനയുടെ വിപുലീകരണത്തിനെ സംബന്ധിച്ചുകൊണ്ട് ആ വിപുലീകരണത്തിന്റെ സാധ്യതകളെ ഏറ്റവും ഗൗരവമായി പരിശോധിക്കുക എന്നുള്ളത് ഈ സമ്മേളനത്തിന്റെ പ്രധാന ചുമതലയാണ്. ആ ചുമതലകൾ നിർവഹിക്കും എന്ന് ഞാൻ കരുതുന്നു. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷനായി. മുൻ MLA KV കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N കുഞ്ഞികൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ K ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും C വിജയൻ അനുശോചന പ്രമേയവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ജയരാജ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS സരള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കൊത്തൂർ കണ്ണൻ, VT കാർത്തിയായനി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ K രാജ്മോഹൻ സ്വാഗതവും കൺവീനർ PK പ്രകാശൻ നന്ദിയും പറഞ്ഞു. രാവിലെ നഗരിയിൽ പതാക ഉയർത്തിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.